ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൾട്ടേർഡ് കണ്ടൻ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളത്. നമുക്കറിയാം, യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ആൾട്ടേർഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ യെസ് ഓർ നോ എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആൾട്ടേർഡ് കണ്ടൻ്റ് ഒന്നും ചെയ്യുന്നവരല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോ കൊടുത്ത് മുന്നോട്ട് പോകാം. അതല്ല നമ്മൾ അതുപോലത്തെ കണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം. തൊട്ട് മുന്നിലുള്ള വീഡിയോയിലൊക്കെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രിയേറ്റേഴ്സിന് ഇവിടെ ഒരു സംശയമുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ എഡിറ്റ് ഓപ്ഷൻ നമ്മൾ ഇപ്പോൾ പോയി നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ അവിടെ യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ പോയിട്ട് വീണ്ടും നോ കൊടുക്കേണ്ടതുണ്ടോ എന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആൾട്ടേർഡ് കണ്ടന്റ് ചെയ്യുന്നവരാണെങ്കിൽ യെസ് കൊടുക്കുന്നു, ചെയ്യാത്തവരാണെങ്കിൽ നോ കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള കണ്ടന്റുകൾക്കും ഒക്കെ. പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്ത കണ്ടന്റുകൾക്ക് അങ്ങനെ നോ കൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ 500 കണ്ടന്റ് ചെയ്യുന്നവരുണ്ട്, 1000 കണ്ടന്റ് ഒക്കെ ചെയ്തവരുണ്ട്. അവരൊക്കെ ഓരോ വീഡിയോ എടുത്തിട്ടും യെസ് ഓർ നോ അല്ലെങ്കിൽ ആ നോ ഓപ്ഷൻ ഇങ്ങനെ ടിക്ക് കൊടുത്ത് സേവ് ചെയ്യേണ്ടതുണ്ടോ എന്ന് വളരെ നല്ലൊരു സംശയമാണ്. അത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ആൻസറാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതായത് ഈ ഒരു അപ്ഡേറ്റ് വന്ന സമയമുണ്ട്, ആ ഒരു സമയത്തിന് മുന്നേ നമ്മൾ ചെയ്ത വീഡിയോക്ക് നമ്മൾ ഈ ഒരു ഓപ്ഷൻ നോ എന്നാണെങ്കിലും യെസ് ആണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ ഒരു അപ്ഡേറ്റ് വന്ന ആ ഒരു ശേഷമുള്ള കണ്ടന്റുകൾക്ക് മാത്രം നമ്മൾ ആൾട്ടേർഡ് കണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുത്താൽ മതി, ചെയ്യുന്നില്ലെങ്കിൽ നോ കൊടുത്താൽ മതി. അതല്ലാതെ നമ്മൾ ഓരോ കണ്ടന്റും പോയിട്ട് യെസ് ഓർ നോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അതിൽ തന്നെ ആൾട്ടേർഡ് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് അത് ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് ചെയ്യുമെന്നുള്ളതാണ് യൂട്യൂബ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംശയം ഒരുപാട് പേർക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മുന്നേയുള്ള വീഡിയോക്കൊന്നും പോയിട്ട് ടെൻഷനായിട്ട് പോയിട്ട് നോ കൊടുത്ത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷമുള്ള വീഡിയോക്ക് മാത്രം നിങ്ങൾ ഈ ഒരു ആൾട്ടേർഡ് കണ്ടന്റിന്റെ യെസ് അല്ലെങ്കിൽ നോ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സംശയം നിങ്ങൾക്ക് വളരെ ക്ലിയറായി മനസ്സിലായി എന്ന് കരുതുന്നു. ഒരുപാട് ക്രിയേറ്റേഴ്സിന് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത്രയും വീഡിയോസിന് പോയിട്ട് നോ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.